പുക ശ്വസിച്ചതും വെന്റിലേറ്ററിന്റെ സഹായം ലഭിക്കാത്തതുമാണ് മരണത്തിന് കാരണമായത് എന്നാണ് ബന്ധുക്കളുടെ പ്രതികരണം. മരിച്ച 5 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ്. അഞ്ചു പേരുടെ മൃതദേഹമാണ് ഇന്നലെ അത്യാഹിത വിഭാഗത്തിൽ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റിയത്. ഇതിൽ 4 പേരുടെ മരണത്തിലാണ് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുന്നത്. മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്ന് മരിച്ച വെസ്കിൽ സ്വദേശി ഗോപാലന്റെ ബന്ധു. പെട്ടെന്നാണ് ഇത് സംഭവിച്ചത്. തീപിടുത്തം പുകയും എല്ലാം കൂടി വന്നു. പെട്ടെന്ന് അതെന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിഞ്ഞൂടാ. തീപിടുത്തം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിൽ പുക ഒക്കെ സ്വച്ചിട്ട് അതാണോ, ഇനിയിപ്പോൾ ഇത് വയറിങ് കത്തിയിട്ട് ഇത് കട്ടായത് കൊണ്ടാണോ മരിച്ചതെന്ന് രണ്ടും പറയാൻ പറ്റില്ല. അന്വേഷണം തന്നെ വേണം. ഇനി നാളെ ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവാൻ പാടില്ലല്ലോ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വയനാട് സ്വദേശി നസീറ അപകടനില തരണം ചെയ്തിരുന്നു. പൊട്ടിത്തെറിക്കിടെ വെന്റിലേറ്ററിന്റെ സഹായം ലഭിക്കാത്തതാണ് മരണത്തിനിടയാക്കിയതെന്നാണ് പരാതി. റിക്കവറി ആയി വന്നതായിരുന്നു. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തെ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത്. അപ്പോൾ അതിൽ റിക്കവറി ആയി മരുന്നൊക്കെ വാങ്ങിപ്പിച്ച് മരുന്നൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്, അല്ല അങ്ങനെ വരില്ലായിരുന്നു. കൊയിലാണ്ടി സ്വദേശി ഗംഗാധരന് ഓക്സിജൻ നൽകിക്കൊണ്ടിരിക്കെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. ഓക്സിജൻ നൽകുന്നത് നിർത്തിവെക്കേണ്ടി വന്നു. ഇതാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ. ഓക്സിജൻ കയറ്റണം പറഞ്ഞ് ഓക്സിജൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഒന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ പുകയിരുന്നു. പുകയല്ല, ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റിൻ്റെ ഉള്ളിൽ ഒരു തീ പടർന്നുണ്ട്. പിന്നെ കുറച്ച് നേരം ഒന്നാഴ്ച പുകയെ വരും. പിന്നെ ജനങ്ങളൊന്നും കാണുന്നില്ല. അത് ഓക്സിജൻ കിട്ടാത്തതുകൊണ്ടാണ് അതാ പറയുന്നുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ ബന്ധുക്കളുടെ ആരോപണങ്ങളിലെ നിജസ്ഥിതി വ്യക്തമാവുകയുള്ളൂ. 24 കോഴിക്കോട്.